ഓക്കെ, നമ്മളിത് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക ബൈ യൂസിങ് എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ എലമെൻ്ററി ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക എന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ക്ലിയർ ആവുന്നുണ്ടെന്ന് കരുതുന്നു, നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് A = 7 14 14 -7 അതാണ് നമ്മൾ എടുത്തേക്കുന്ന മെട്രിക്സ്. അപ്പോൾ നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത് ഇതിനെ എന്താക്കി മാറ്റണം, ഇതിൻ്റെ A ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. എന്ത് യൂസ് ചെയ്തിട്ടാണ്? എലമെൻ്ററി ഓപ്പറേഷൻ അപ്ലൈ ചെയ്തിട്ട് വേണം. നോർമലി എങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്കറിയാം, എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്തിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നോക്കേണ്ടത് എന്താ വെച്ചാൽ, തന്നിരിക്കുന്ന മെട്രിക്സിനെ നമ്മൾ എന്ത് ഫോമിൽ, വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ദ ഫോം A = IA എന്നുള്ള ഫോമിൽ ആദ്യം നമ്മളിത് എഴുതാം. ഓക്കെ, ഏത് മെട്രിക്സ് ആണോ തന്നിരിക്കുന്നത് ആ മെട്രിക്സിനെ A = I × A എന്നുള്ള ഫോർമാറ്റിൽ എഴുതാം. ക്ലിയർ ആണല്ലോ? ഇവിടുത്തെ A എന്ന് പറയുന്നത് തന്നിരിക്കുന്ന മെട്രിക്സ് ആണ്. അതുപോലെ തന്നെ I എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ഓർഡറിലുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. അപ്പോൾ ഇത് 2/2 ആണ് ഇതിൻ്റെ ഓർഡർ. അപ്പോൾ നമ്മുടെ സ്വാഭാവികമായിട്ടും നമ്മുടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് 1 0 0 1 ആയിരിക്കും, ഇൻറ്റു A എന്ന് വരും. A എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 7 14 14 -7 എന്ന് പറയുന്ന ഈ മെട്രിക്സ് തന്നെയാണ്. ഇതുവരെ ക്ലിയർ ആണല്ലോ? അപ്പോൾ ഞാനിപ്പോൾ ഇതെന്ത് എഴുതി, 7 14 14 -7 ആണ് A = ഐഡൻറ്റിറ്റി മെട്രിക്സ് 1 0 0 1 A. ഇത്ര എഴുതി വെച്ചു. ഇത് ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഏത് മെട്രിക്സ് ആണെങ്കിലും ഇതുവരെ സെയിം ഫോർമാറ്റ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ, ഈ 7 14 14 -7 എന്ന് പറയുന്ന ഈ ഒരു മെട്രിക്സിനെ നമ്മൾ 1 0 0 1 ആക്കിയിട്ട് മാറ്റണം. അതായത് ഇവിടുത്തെ 7 എന്നുള്ള സ്ഥാനത്ത് 1 വരണം, ഇവിടുത്തെ 14 പകരം 0 വരണം, ഇവിടുത്തെ 14 പകരം 0 വരണം, ഇവിടുത്തെ -7 പകരം 1 വരണം. അതായത് ഈ സംഖ്യകളെ നമ്മൾ നമ്മുടെ എലമെൻ്ററി ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് 1 0 0 1 എന്നുള്ള ഫോർമാറ്റിലേക്ക് മാറ്റണം. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ എനിക്ക് റോ ഓപ്പറേഷൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്താ റോ ഓപ്പറേഷൻ, അല്ലെങ്കിൽ നമുക്കുള്ളത് കോളം ഓപ്പറേഷനാണ്. ഇതിലേതെങ്കിലും ഒരു ഓപ്പറേഷൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിവിടെ റോ ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ടുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ റോ ഓപ്പറേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ നോക്കിയേ, ഈ ഒരു റോ നമ്മുടെ സെക്കൻഡ് റോ ആണിത്. ഈ സെക്കൻഡ് റോയിൽ 14 -7 ഈ സംഖ്യകളെ 0 1 ആക്കി മാറ്റുകയാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഈ 14 എന്നുള്ള സംഖ്യ ഇത് ഏത് റോയാ? സെക്കൻഡ് റോയാണ് അല്ലേ? R2 എന്ന് പറയുന്ന റോ ആണിത്. ഈ റോയിലുള്ള 14 എന്നുള്ള സംഖ്യയെ, 14 എന്ന സംഖ്യയെ 0 ആക്കി മാറ്റണം. എന്തുപയോഗിച്ചിട്ട്? മുകളിലുള്ള ഈ ഫസ്റ്റ് റോ R1 എന്ന് പറയുന്ന റോ ഉപയോഗിച്ചിട്ടാണ് R2 എന്ന റോയിലുള്ള 14നെ 0 ആക്കി മാറ്റാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ നോക്കുക. അതിനിപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ സംഖ്യകൾ മാറുന്നതനുസരിച്ച് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഓപ്പറേഷനും എന്ത് ചെയ്യണം? മാറ്റണം. ഇപ്പോൾ ഇവിടെ 14 ഈ 14 എന്നുള്ള സംഖ്യയെ എനിക്ക് 0 ആക്കി മാറ്റണം. R1 എന്നുള്ള ഈ റോ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് മാറ്റാൻ പറ്റുക. അപ്പം ഞാൻ എന്ത് ചെയ്തു, 14നെ എനിക്ക് എന്താക്കി മാറ്റണം എന്ന് പറഞ്ഞു? 0 ആക്കി മാറ്റണം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് റോയിൽ എന്തുണ്ട്? 7 എന്ന് പറയുന്നൊരു സംഖ്യയാണുള്ളത്. അപ്പം ഈ 7നെ ഞാൻ 2 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞ് എനിക്ക് 14 കിട്ടുമല്ലോ, 14 കിട്ടും. അപ്പോൾ ഈ ഫസ്റ്റ് റോനെ ഞാൻ 2 കൊണ്ട് ഗുണിച്ചാൽ എനിക്ക് 14 കിട്ടും. എന്നിട്ട് ഈ 14 നിന്ന് ഞാൻ 14 കുറയ്ക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് ആൻസർ കിട്ടും? 0 എന്ന് കിട്ടും. ഇതുവരെ ക്ലിയർ ആണല്ലോ? ഒരു സംശയമില്ല. അതായത് ഫസ്റ്റ് റോയിലുള്ള 7നെ ഞാൻ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ എനിക്ക് 14 കിട്ടും. ആ കിട്ടുന്ന സംഖ്യയെ ഞാൻ R2വിൽ നിന്ന് മൈനസ് ചെയ്യുകയാണെങ്കിൽ 14 - 14 0 കിട്ടും. ഈ ഒരു കാര്യം നമ്മൾ ഓരോന്ന്, ഇപ്പോൾ ഈ തന്നിരിക്കുന്ന മെട്രിക്സ് ഇതായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇപ്പോൾ വേറൊരു കണക്കാണ് തന്നിരിക്കുന്നത്, ഇവിടെ 14 അല്ല വേറൊരു സംഖ്യയാണെങ്കിൽ ഈ സംഖ്യയെ എങ്ങനെ 0 ആക്കി മാറ്റാം? എന്തുപയോഗിച്ചിട്ട്? ഈ ഫസ്റ്റ് റോയിലെ സംഖ്യ ഉപയോഗിച്ച് ഇവിടെ എങ്ങനെ 0 വരുത്താം? അത് ചിലപ്പോൾ ഇവിടെ ഞാൻ പറയട്ടെ, 7ന് പകരം ഇവിടെ 14 ആയിരുന്നു എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരിട്ട് എന്ത് ചെയ്താൽ മതി? 14/14 ആണ്. അപ്പോൾ എനിക്ക് R2 എന്ന് പറയുന്നത് എങ്ങനെ എഴുതിയാൽ മതി? R2/R1 എന്ന് എഴുതിയാൽ മതിയായിരുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യം R2 എന്ന് പറയുന്ന റോ എന്തായിട്ട് മാറുമെന്നാണ് പറയണത്? R2 എന്ന് പറയുന്ന റോ ആദ്യം ഞാൻ ഈ R2വിൽ നിന്ന് എന്ത് കുറയ്ക്കുകയാണ്? 2 പ്രാവശ്യം R1നെ ഗുണിക്കുകയാണ്. അപ്പോൾ 2R1 ചെയ്തിട്ട്
R2-വിൽ നിന്ന് അത് കുറയ്ക്കുക. അപ്പോൾ R2 മൈനസ് 2R1 നമ്മളിവിടെ ചെയ്ത കാര്യത്തിന് ഇങ്ങനെ ആക്കി എഴുതിയെന്നേ ഉള്ളൂ. അത് ചെയ്യുന്ന സമയത്ത് ഈ 14 0 മാറും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഞാൻ ഈ ഒരു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിട്ടാണ് വരിക? 7 വരും. ഇവിടെ എന്ത് വരും? 14 വരും. പിന്നെ 7ഉം 14ഉം വ്യത്യാസമില്ല. ഇവിടെ എന്ത് വരും? 14 പകരം ഇവിടെ 0 വരും. ഇനി ഇവിടെ എന്താ വരിക? ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 14നെ നമ്മൾ 2 കൊണ്ട് ഗുണിക്കുക. 14 × 2 എന്താ? 14 × 2 എന്ന് പറഞ്ഞാൽ 28 ആണ് അല്ലേ? അപ്പോൾ R2 മൈനസ് 28 ചെയ്യാം. R2 എന്ന് പറഞ്ഞാൽ മൈനസ് 7 ആണ്. 7 മൈനസ് 28 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക? ഇത് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് ഇവിടെ എഴുതാം. ഒരു മിനിറ്റ്. ഇതുവരെ ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ദിസ് വിൽ ബി ഈക്വൽ ടു, ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഞാൻ ചെയ്തത് ഇപ്പോൾ എ എന്നുള്ളതിലത്തെ ഈ 14 0 മാറ്റി. ഇനി ഇതും ഈ സംഖ്യേനെ മാറ്റാൻ നോക്കിയിട്ടില്ല, കാരണം ഒരെണ്ണമാണ് നമ്മൾ ആദ്യം 0 മാറ്റാൻ നോക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ ചെയ്യുന്നത് ഏത് ഓപ്പറേഷൻ ആണെങ്കിലും അത് റൈറ്റ് ഹാൻഡ് സൈഡിലും കൂടെ നമ്മൾ എന്ത് ചെയ്യണം. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ 1 0 0 1 ആണ്. ഈ സ്ഥലത്ത് നമ്മൾ എന്ത് ഓപ്പറേഷൻ തന്നെ അപ്ലൈ ചെയ്യുക? R2 gives R2 മൈനസ് 2R1 അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് റോയ്ക്ക് മാറ്റമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് അതുപോലെ ഞാൻ എഴുതി 1 0. സെക്കൻഡ് റോയിൽ ഇവിടെ എന്താ വരിക? ഇത് 0 ആണ് അല്ലേ? നോക്കുക, ഇതാ ഞാൻ ഇതിൻ്റെ കാര്യമാണ് പറയണത്. അപ്പോൾ ഇതെന്താ സംഭവിക്കുന്നത്? ഇവിടെ ഞാൻ ചെയ്യേണ്ടത് R2 മൈനസ് 2R1 ആണ് ചെയ്യുന്നത്. അപ്പോൾ R2 എന്ന് പറയുന്നത് ഏതാ? 0 ആണ്. അപ്പോൾ 0 മൈനസ് 2R1 എന്ന് പറയുന്നത് 1 ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു 0 മൈനസ് 2 ഈക്വൽ ടു -2 എന്ന് വരും. അപ്പോൾ ഇവിടുത്തെ സംഖ്യ -2 ആണ്. ഇനി ഇവിടെ എന്താ സംഭവിക്കണത്? R2 മൈനസ് 2R1 അല്ലേ? കാണാല്ലേ അല്ലേ? R2 മൈനസ് 2R1 അല്ലേ? ഇവിടുത്തെ R2 എന്ന് പറയുന്നത് എന്താ? 1 ആണ്. 1 മൈനസ് 2 ഇൻറ്റു 0 ഈക്വൽ ടു 1 എന്ന് വരും. അപ്പോൾ ഇവിടെ എനിക്ക് എന്തെന്ന് കിട്ടും? 1 എന്ന് കിട്ടും. ഇത് ഇൻറ്റു എ എന്ന് വരും. ഇപ്പോൾ ഇതന്നെ നമ്മൾ നേരത്തെ എഴുതിയ എ ഈക്വൽ ടു I ഇൻറ്റു എ എന്നുള്ള ഫോം തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ഇതുവരെ ക്ലിയർ ആണല്ലോ? സംശയമില്ലല്ലോ? ഇത് പറയുമ്പോൾ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഞാൻ ഇപ്പോൾ ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സംഖ്യകളെ 1 0 0 1 ആക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഈ എഴുതിയേക്കുന്നത് അതായത് എ ഈക്വൽ ടു IA എന്നുള്ള ഫോമിൽ എഴുതാനാണല്ലോ ഞാൻ പറഞ്ഞത് അല്ലേ? അപ്പോൾ നമുക്കറിയാം നമുക്ക് വേണ്ടത് എന്താ? എ ഇൻവേഴ്സ് ആണ് വേണ്ടത് അല്ലേ? അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ എനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ എ ഡിവൈഡഡ് ബൈ എ ഈക്വൽ ടു I ആണ്. സംശയമില്ലല്ലോ? ഇനി എനെ ഞാൻ മുകളിലേക്ക് എടുക്കുകയാണെങ്കിൽ 1/a എനിക്ക് എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് എഴുതാലോ. എ ഇൻവേഴ്സ് ഈക്വൽ ടു I ആണ്. അപ്പോൾ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുകയാണ് നമ്മുടെ ഉദ്ദേശം, ശരിയല്ലേ? എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുകയാണ് നമ്മുടെ ഉദ്ദേശം. ഈ എ ഇൻവേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? നമ്മുടെ എ എന്ന് പറയുന്നതിനെ 1 0 0 1ലേക്ക് ഇക്വേറ്റ് ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് അത് ക്ലിയർ ചെയ്തേന്നുള്ളൂ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് എന്ത് ചെയ്തു? ഈ ഇത്രയും ടേംസ് ഇതുവരെ ആക്കി വെച്ചു. ഇപ്പോൾ ഇവിടെ നമുക്ക് 0 എന്നുള്ള സംഖ്യ വന്നു. ഇനി നമുക്ക് എന്താക്കണ്ടേ? ഒന്നെങ്കിൽ ഈ ടേമിനെ 1 ആക്കണം, അല്ലെങ്കിൽ ഇതിനെ 1 ആക്കണം, ഇതിനെ 0 ആക്കണം. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഓപ്പറേഷനാണ് അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. പിന്നെ എനിക്ക് ചെയ്യേണ്ടത് -35നെ എത്രയാക്കി മാറ്റണം? -35നെ എനിക്ക് 1 ആക്കിയിട്ട് മാറ്റണം. -35നെ 1 ആക്കാൻ ഈ മുകളിലത്തെ സംഖ്യകൾ ഉപയോഗിച്ച് 1 ആക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഇപ്പോൾ 14 എന്നുള്ള സംഖ്യ എന്നെ ഉപയോഗിച്ച് എങ്ങനെയാണ് -35നെ നമുക്ക് എന്താ പറയുക 1 ആക്കിയിട്ട് മാറ്റാൻ എളുപ്പമല്ല. അതുകൊണ്ട് നേരിട്ട് നമുക്ക് -35 ഡിവൈഡഡ് ബൈ -35 ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? R2 ആണല്ലോ ഇത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് R2 എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി? -35 എന്ന് പറയുന്ന സംഖ്യ കൊണ്ട് R2 ഈ റോനെ, ഈ ഒരു റോ ഫുള്ളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. അപ്പോൾ R2 ഡിവൈഡഡ് ബൈ
-35 എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് റോയ്ക്ക് എന്തെങ്കിലും മാറ്റം വരില്ല. 7, 14 അതുപോലെ തന്നെ വരും. 0 -35 അതിലത്തെ 0 എന്ന് പറയുന്നത് 0 ഡിവൈഡഡ് ബൈ -35 വരും. 0 ഡിവൈഡ് ബൈ -35 എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. അപ്പോൾ അത് അതുപോലെ എഴുതി. ഇനി -35 ഡിവൈഡഡ് ബൈ -35 എന്താ വരിക? 1 വരും. അപ്പോൾ ഈ സെക്ഷൻ കഴിഞ്ഞു. ഞാൻ പറഞ്ഞു റൈറ്റ് ഹാൻഡ് സൈഡിൽ ചെയ്യുന്ന ഓപ്പറേഷൻ എന്ത് തന്നെ ആയാലും നമ്മൾ എന്ത് ചെയ്യണം? ലെഫ്റ്റിൽ ചെയ്യുന്ന എന്തായാലും റൈറ്റിൽ ചെയ്യണം. അപ്പോൾ ദിസ് വിൽ ബി ഈക്വൽ ടു, ഇവിടെ എന്ത് വരും? 1 0ക്ക് മാറ്റില്ല. ഇനി ഈ സംഖ്യകൾ മാറും അല്ലേ? -2 ഡിവൈഡഡ് ബൈ, ഇവിടെ എന്ത് വരും നോക്കിക്കേ. ഇവിടെ എന്ത് വരും എന്ന് വെച്ചാൽ -2, ഈ -2 ഡിവൈഡഡ് ബൈ -35 എന്ന് വരും ഇല്ലേ? അപ്പോൾ മൈനസും ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ എന്ത് വരും? 2 ഡിവൈഡഡ് ബൈ 35 എന്ന് വരും. അതേപോലെ തന്നെ റൈറ്റിൽ ഇവിടെ എന്താ വരുന്നത്? 1 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? 1 ഡിവൈഡഡ് ബൈ -35 അത് അതുപോലെ എഴുതുക. 1 ഡിവൈഡഡ് ബൈ -35 ഇൻറ്റു എ. ഇതുവരെ ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ 2 ഓപ്പറേഷൻസാണ് ചെയ്തത്. ആദ്യത്തെ ഓപ്പറേഷൻ ചെയ്തിട്ട് ഇവിടെ 0 ആക്കി. ഇനി രണ്ടാമത്തെ ഓപ്പറേഷൻ ചെയ്തിട്ട് ഇവിടെ നമ്മൾ 1 ആക്കി. ഇനി നമ്മുടെ പർപ്പസ് എന്താ? നമുക്ക് 7 എന്ന് പറയുന്ന സംഖ്യേനെ 1ഉം 14നെ 0 ആക്കിയിട്ട് മാറ്റണം. ഇപ്പോൾ ഇവിടെ 7നെ 1 ആക്കി മാറ്റാൻ നമ്മൾ നോക്കുക. അതായത് ഈ R1 എന്ന് പറയുന്ന റോയിലുള്ള 7നെ R2 ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും നോക്കുക ആദ്യം. അപ്പോൾ ഞാൻ 0 ഉപയോഗിച്ചിട്ട് എനിക്ക് ഒരിക്കലും ഈ 7നെ 1 ആക്കി മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് നേരത്തെ ചെയ്ത പോലെ ഇവിടെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? R1-ലല്ലേ 7 കിടക്കണത്. അപ്പോൾ R1നെ ഞാൻ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ R1 ഗീവ്സ് R1/7 ചെയ്യുകയാണെങ്കിൽ 7/7 എന്താ? 1 ആണ്. പിന്നെ R1-ൽ തന്നെയാണ് 14 ഉള്ളത് അല്ലേ? അപ്പോൾ 14/7 ചെയ്യുക. 14/7 എന്താ വരിക? 14/7 ഈക്വൽ ടു 2 ആണ്. അപ്പോൾ ഞാനിവിടെ 2 വരും. പിന്നെ ഇത് രണ്ടും മാറില്ല. ഇവിടെ 0, ഇവിടെ 1. അത് അതുപോലെ തന്നെ എഴുതാം. 0, 1 അതുപോലെ തന്നെ എഴുതാം. ഈക്വൽ ടു, ഇനി ഇപ്പുറത്തെ സൈഡിൽ എന്താ? R1-നാണ് മാറ്റം വരുന്നത്. അപ്പോൾ ഇവിടെ 1/7 വരും അല്ലേ? 1/7. പിന്നെ 0/7 എന്താ വരിക? 0 തന്നെയാണ്. പിന്നെ 2/35 ഒന്നും സംഭവിക്കില്ല. അപ്പോൾ 2/35 അതുപോലെ തന്നെ എഴുതാം. അതുപോലെ തന്നെ 1/-35 എനിക്ക് -1/35 എഴുതുക. അത് ഇൻറ്റു എ എന്ന് വരും. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതും കഴിഞ്ഞു. ഇനിയുള്ള പരിപാടി എന്താ? നമുക്ക് ഈ 2വിനെ എന്താക്കി മാറ്റാൻ കൂടിയേ വേണ്ടൂ? 2 എന്ന് പറയുന്നതിനെ 0 ആക്കുക എന്നുള്ളതാണ് പർപ്പസ്. അപ്പോൾ 2വിനെ 0 ആക്കണമെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 2വിനെ 0 ആക്കി മാറ്റണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഞാൻ ഈ 2വിനെ 0 ആക്കി മാറ്റുമ്പം ഇത് R1 എന്ന് പറയുന്ന റോയാണ്. അപ്പോൾ ഇതിലത്തെ ഒരു സംഖ്യേനെ മാറ്റുമ്പോൾ ഇപ്പുറത്തുള്ള സംഖ്യയ്ക്ക് എന്ത് വരാൻ പാടില്ല? മാറ്റം വരരുത്. കാരണം 1 വീണ്ടും മാറിക്കഴിഞ്ഞാൽ നമുക്കിതിനെ 1 ആക്കിയിട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരണം അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? R2 എന്ന് പറയുന്ന റോ ഉപയോഗിച്ച് R1-നെ മാറ്റാൻ പോവാണ്. അതായത് R1 എന്ന് പറയുന്നത് നമുക്കിങ്ങനെ ചെയ്തുകൂടെ? അതായത് ഈ 1 × 2 ചെയ്യാം. ഇവിടെ 0 അല്ലേ വരണ്ടേ? അപ്പോൾ 1നെ 2 കൊണ്ട് ഗുണിച്ചാൽ 2 കിട്ടും. 2 - 2 എന്താ? 0 ആണ്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് R1 എന്ന് പറയുന്നത് R1 - 2R2 ചെയ്യാണ്. ഇത് നമ്മൾ ഇങ്ങനെ എന്താ പറയുക, കുറേ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിതിങ്ങനെ പെട്ടെന്ന് കിട്ടുള്ളൂ കേട്ടോ. അതായത് R1-ൽ നിന്ന് 2 - 2 ഇൻറ്റു എന്ത് ചെയ്യാം? 1 ചെയ്യാം. അപ്പോൾ ഇതെന്ത് വരും? അതായത് ഇവിടെ എന്ത് വരും? ഈ 1-ന് എന്താ സംഭവിക്കുക നോക്കുക. 1 എന്ന് പറയുന്നത് 1 - 2 ഇൻറ്റു R2 എന്താ? 0 അല്ലേ? 0 ഈക്വൽ ടു 1 തന്നെ. അതിന് മാറ്റം വരില്ല. അപ്പോൾ അങ്ങനെ മാറ്റം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും നോക്കുക. വണ്ണിന് മാറ്റം വരില്ല. 1 അതുപോലെ എഴുതുക. ഇവിടുത്തെ 2ന് പകരമാണ് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തത്? 2 - 2 ഇൻറ്റു 1 ഈക്വൽ ടു 2 - 2 ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ 0 വന്നു. ഇവിടുത്തെ ഓൾറെഡി 0, 1 അതുപോലെ തന്നെ എഴുതുക. ഈക്വൽ ടു, ഇവിടെ മാറ്റം വരും കേട്ടോ. അതായത് ഇവിടുത്തെ R1-ത്തെ ഈ 2 സംഖ്യകൾക്കും എന്ത് സംഭവിക്കും നോക്കാം. 1/7 എന്ത് സംഭവിക്കുന്നതാണ് ആദ്യം എഴുതാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് R1 എന്ന് പറയുന്നത് R1 - 2R1 ആയിട്ടല്ലേ മാറും. അപ്പോൾ 1/7 അല്ലേ? അപ്പം 1/7
ആണ് R1. അത് മൈനസ് 2 ഇൻറ്റു ഇവിടുത്തെ R2 എന്ന് പറയുന്നത് എന്താ 2/35 ആണ്. അത് അതുപോലെ എഴുതുക 2/35 ഈക്വൽ ടു ഇതിൻ്റെ കണക്ക് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും 1/7 മൈനസ് 2 ഇൻറ്റു 2 എന്താ 4/35 ഇസ് ഈക്വൽ ടു 35 മൈനസ് 28 ഡിവൈഡഡ് ബൈ 35 ഇൻറ്റു 7 കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ.